ഫയർ റൂമിലൂടെ നേരെ നടന്നു ചെല്ലുന്നത് പ്രധാന പ്രാർത്ഥനാ മുറിയിലേക്കാണ്. വിശുദ്ധി കൊണ്ടും മറ്റ് പ്രത്യേകതകൾ കൊണ്ടും ഈ മുറി സമ്പന്നമാണ്. ഇതാണ് ഷെയ്ഖ് സായിദ് മോസ്കിലെ പ്രധാന പ്രാർത്ഥനാ മുറി. ഈ ഒരു പ്രാർത്ഥനാ മുറിയിൽ 41,000 പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കാൻ ആവും വിധമാണ് ഈ ഹാളിൻ്റെ രൂപകൽപ്പന. ഏകദേശം 90 മാർബിൾ തൂണുകളുണ്ട് ഈ ഹാളിൽ. അപ്പോൾ തന്നെ ഈ ഹാളിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഈ തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനാ മുറിയിൽ 2 വേൾഡ് റെക്കോർഡ് കൂടി പിറന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഈ ഷാൻഡ്ലിയറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കിവിളക്കാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ 3 തൂക്കിവിളക്കുകൾ ഇവിടെയുണ്ട്. മോസ്കിലെ ഏറ്റവും നീളം കൂടിയ താഴികക്കുടത്തിലാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. അതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഏകദേശം 85 മീറ്ററോളം നീളമുണ്ട്. ജർമ്മൻ മെയ്ഡായ ഈ ഷാൻഡ്ലിയർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓട്, 24 കാരറ്റ് ഗോൾഡ്, ക്രിസ്റ്റൽ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 12 ടൺ ഭാരവും 49 ഫീറ്റ് നീളവുമുണ്ട് ഈ ഷാൻഡ്ലിയറിന്. ഇതുപോലത്തെ 3 തൂക്കി വിളക്കിനുമായി ഉപയോഗിച്ചിരിക്കുന്നത് 40 കിലോഗ്രാമോളം ഗോൾഡാണ്. നേരത്തെ പറഞ്ഞതിൽ 2ാമത്തെ വേൾഡ് റെക്കോർഡ് ഇവിടെ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റാണ്. അത് മറ്റൊരു ലോകാത്ഭുതമാണ്. കൈകൊണ്ട് നെയ്തെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പേർഷ്യൻ കാർപ്പറ്റാണിത്. ഏകദേശം 5700 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ വലിപ്പം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച ഈ കാർപ്പറ്റിൽ 70% ആട്ടിൻ രോമവും ബാക്കി 30% പരുത്തിയുമാണ്. 1200 നെയ്ത്തുകാർ 2 വർഷം ജോലി ചെയ്താണ് ഈ ഒരു ഭീമാകാരമായ കാർപ്പറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രാർത്ഥനാ മുറിയിൽ കണ്ട മറ്റൊന്നാണ് ഈ ഒരു ക്ലോക്ക്. മുസ്ലിം മതവിശ്വാസികളുടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള പ്രാർത്ഥനാ സമയം ഇവിടെ കാണാൻ പറ്റും. പ്രധാന പ്രാർത്ഥനാ മുറിയുടെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. സമയം 5:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ രാത്രിയിലെ കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ട് പടരുന്നുണ്ട്. രാത്രിയിൽ ഈ മാർബിൾ തൂണുകളുടെ ഭംഗി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് ആ റിഫ്ലക്റ്റിംഗ് പൂളുകളിൽ റിഫ്ലക്റ്റ് ചെയ്ത് മോസ്കിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. ഈ ഒരു മോസ്കിൻ്റെ രാത്രിയിലെ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വീണ്ടും ഞാൻ മോസ്കിനുള്ളിലേക്ക് കയറി. വാക്കുകൾക്ക് അതീതമാണ് ഇതിൻ്റെ ഭംഗി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കോർട്ട് യാർഡ്. അവിടെ നിന്നുകൊണ്ട് ചുറ്റിലുമുള്ള ഭംഗി ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഈ ഒരു വെള്ള മാർബിൾ തൂണുകളും അതിൻ്റെ ഇടയിൽ കൊടുത്ത ഗോൾഡൻ കളറും അതുപോലെ ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റും എല്ലാം കൊണ്ടും രാത്രിയിലെ കാഴ്ച അതിമനോഹരമാണ്. അബുദാബി വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ഒരു ആരാധനാലയം പോലെ തന്നെ ഒരു ആർക്കിടെക്ചറൽ വൈവിധ്യം കൊണ്ടും ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് വിശ്വാസികളുടെയും ടൂറിസ്റ്റുകളുടെയും പ്രധാന ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. അങ്ങനെ മോസ്കിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. അവിടുന്ന് നേരെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി. ഒരുപാട് നടന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ ഞാൻ ക്ലബ് കാർ യൂസ് ചെയ്തു. 8-10 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ക്ലബ് കാറാണിത്. തിരിച്ചു വരുമ്പോൾ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറി. ഒരു അറബിക് കൾച്ചറിനെ സൂചിപ്പിക്കുന്ന എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിലുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നേരത്തെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി വന്ന ആ എസ്കലേറ്റർ വഴി ഞാൻ മുകളിലോട്ട് കയറി.
നേരെ മുകളിൽ കാണുന്ന ഈ ഒരു കൂടാരം മനോഹരമായി തോന്നി രാത്രിയിൽ. അതിൻ്റെ ലൈറ്റുകൾ മാറി മറയുന്നുണ്ട്. അങ്ങനെ 3 എപ്പിസോഡുകൾ അടങ്ങിയ ഈ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് 3 എപ്പിസോഡായി ചെയ്തത്. പാർട്ട് 1, പാർട്ട് 2ൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. സോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.